ക്യാപ്റ്റൻ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നും ഒരു സിനിമ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അഡിയോസ് അമീഗോ. കഴിഞ്ഞ മാസം ആഗസ്റ്റ് 2 നഹാസ് നാസർ ഡയറക്ടർ ചെയ്ത ഇന്ത്യയിൽ റിലീസായിട്ട് വേൾഡ് വൈഡ് റിലീസായിട്ട് 9 ആഗസ്റ്റ് 2024 നഹാസ് നാസർ സംവിധാനം ചെയ്ത തങ്കം രചിച്ച 2020 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ഭാഷ ഹാസ്യ നാടക ചിത്രമാണ് അഡിയോസ് അമീഗോ. ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും അഭിനയിക്കും. ഈ ചിത്രം ഒരു നിരൂപകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടുകയും വാണിജ്യ വിജയം മാറുകയും ചെയ്തു. അഡിയോസ് അമീഗോ. ആസിഫ് അലിയും സുരാജും ആണ് ഇതിൽ മെയിനായ കഥാപാത്രം. 2 ഫ്രണ്ട്ഷിപ്പ്, അതായത് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്നേഹം, അതിൻ്റെ ഒരു കടപ്പാട്, അവരിലെ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ സമയം ഒക്കെ ഫ്രണ്ട്ഷിപ്പിനെയാണ് കൂടുതൽ ഒരു ജോണറായിട്ട് നമുക്ക് തോന്നിയത്. ഒരു ഹാസ്യ സിനിമയാണ്. അതുപോലെ തന്നെ അത് ക്യാരക്ടേഴ്സും അതുപോലെ ഒരുപാട് ഇമോഷനെ നമുക്ക് കടക്കേണ്ടി വന്നു. നാം പറഞ്ഞില്ല, ഇപ്പോൾ ഗോട്ട് കണ്ടപ്പോൾ നമുക്ക് അത്രയും ഗോട്ടെന്നൊരു സിനിമയിൽ ഈ ഒരു സിനിമേൻ്റെ ആ ഒരു ഫീല് എനിക്കിത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നത് കണ്ടപ്പോൾ ഗോട്ടൊക്കെ എന്ത് ചളിപ്പടമാണെന്നാണ് എനിക്ക്. ഇതൊക്കെയാണ് ഇമോഷന് എന്നെ അത് വളരെ നൊമ്പരമാക്കി കളഞ്ഞു. ആ ഒരു സ്നേഹത്തിന്റെ വാത്സ്യത്തിന്റെ പേരിൽ ആരും അറിയാത്തവർക്ക് ഒരു സുഹൃത്തിന് സഹായം ചെയ്യുക. നമുക്കൊന്നും ഫ്രണ്ട്ഷിപ്പ് തീരെയില്ലാത്ത ആളാണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്കും നല്ല വാല്യൂ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു നല്ലൊരു ഭാവി തന്നെ. അതിന്റെ ഒരു ട്രെയിലർ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു 25,000 രൂപ കിട്ടും. എന്നാ നീ രാവിലെ വൈകിട്ടിലേക്ക് വാ. നീ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഹലോ ബോസ്. അല്ല, നിങ്ങളിപ്പോ എവിടെ പോവാ? ഞങ്ങള് ശംഖുമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ടി പറഞ്ഞാലും ഇതെവിടെ പോവാ? ഈ വണ്ടി തിരുവനന്തപുരത്ത് കൊല്ല നമ്മുടെ നാടല്ലേ. ഇതാണ് ഹോസന്റെ ഫ്രണ്ട്. ജനിക്കാതെ ഇവനെ പോലെ ജനിക്കണം. വായിൽ സ്വർണ്ണക്കരണ്ടിയായി. ഒറിജിനൽ കാശാറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കാശാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഏതാ ടീം? നേരത്തെ പറഞ്ഞ കൂട്ടുകാരാ എനിക്കൊരാവശ്യം വന്ന ബോസ് എന്റെ കൂടെ കറക്റ്റേക്ക് നിൽക്കുമോ? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും ഉരുത്തില്ലോ. സോജ, പണമൊന്നും അല്ലടാ എല്ലാം. നമ്മളൊന്നും കാണുന്നതല്ല ഈ ലോകം. പക്ഷെ നമ്മള് പകരുക. അഡിയോസ് അമീഗോ. എന്നാണ് അവകാണത്. അപ്പോൾ ട്രെയിലർ കണ്ടല്ലോ.
അപ്പോൾ ട്രെയിലർ നഹാസ് നാസർ എന്ന ഒരു ഡയറക്ടറാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോമഡി ഡ്രാമ കൂടുതലുണ്ട്. വേർഫെൽ ഫ്രണ്ട്സ് ആണ്, എന്നാ പോലെ ഫ്രണ്ട്സ് ആണ് ഇതിലെ മെയിൻ. 2000 ഇന്ത്യൻ മലയാള ലാംഗ്വേജ് കോമഡി ഡ്രാമ ഫിലിം ഡയറക്ടർ ബൈ നഹാസ്, റൈറ്റർ ബൈ തങ്കം. ഇത് എഴുതിയത് തങ്കമാണ്. സ്റ്റാറിംഗ് ആസിഫ്, സ്റ്റാർ ആയത് മെയിൻ സ്റ്റാർ ആസിഫ് അലി ആൻഡ് സുരാജ് വെഞ്ഞാറും. രണ്ടുപേരും ഈക്വലാണ്. പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ. സിനിമാറ്റോഗ്രാഫി ജിംഷി ഖാലിദ്. ഇന്ത്യ വേൾഡ് വൈഡ് ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് ആസിഫ് അലി, സുരാജ് വെഞ്ഞാമൂർ, അനഘ, ഷൈൻടോ ചാക്കോ, വിനീത് തട്ടിൽ ദാവിദ്, അൽതാഫ് സലീം, നന്ദു, ഗണപതി പി പൊതുവ, മുത്തുമണി, ജിന്ദു ജോസഫ്, റിയ സാര്യ. അപ്പോൾ സെൻട്രൽ പിക്ചർ ഇതിൻ്റെ എല്ലാം ഒരു വണ്ടർഫുൾ സിനിമ. വണ്ടർഫുൾ ആസിഫ് അലി, സുരാജ് വെഞ്ഞാമൂർ, അഡിയോസ് അമീഗോസ്. സിനിമ കണ്ടപ്പോൾ ആ ഒരു ഫ്രഷസ്, ഒരു ക്വാളിറ്റി ബേസ്ഡ് മൂവിയാണ്. അപ്പോൾ തീരെ നമുക്കൊന്നും OTT-യിൽ സിനിമ വന്നിട്ടുണ്ട്, നമുക്ക് നിരാശപ്പെടാനില്ല. ഇപ്പൊ കോട്ടൊക്കെ വിജയിന്റെ ദളപതി കണ്ട ആ സിനിമയ്ക്ക് മുകളിലാണ് ആസിഫ് അലിയിലൊക്കെ മലയാളത്തിലെ സ്ഥാനം. ആസിഫ് അലി ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. നമ്മുടെ മലയാളത്തിലെ ഒരു നല്ല നടനാണ് ആസിഫ് അലി എന്നത് വീണ്ടും തെളിയിക്കും. സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ അതിനെ കമ്പയർ ചെയ്ത് ഒന്നിച്ച് അഭിനയിക്കാൻ വളരെ ഇമോഷണലായ നല്ലൊരു സിനിമ, ഇമോഷണലായ ഒരു കോമഡി ഡ്രാമയാണ്. അപ്പോൾ കോമഡിയെക്കാളും പ്രാധാന്യം ഇമോഷണലാണ്. പാസം, സ്നേഹം, വാത്സല്യം തന്നെയാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ വാത്സല്യം. അത് നമുക്ക് ഈ ഒരു കണ്ടന്റിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. അത് ഞങ്ങളെ നെട്ടിച്ചൊന്നുമല്ല, അത് ഞങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചു. ദിസ് ഈസ് എൻ്റർടൈൻമെൻറ്റ്. ഇതായിരിക്കണം എൻ്റർടൈൻമെൻറ്റ്. ഇതിനെയാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിയോസ് അമീഗോസ്, വെരി ഗുഡ് ഫിലിം. കാണാം. ഒത്തിരി വൺ ടൈം വാച്ചബിൾ മൂവിയല്ല. നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് സിനിമ സംവിധായകന് തന്നെയാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. നടനേക്കാളും പ്രാബല്യം സംവിധായകനാണ്. അപ്പോൾ അത്തരത്തിലൊരു പഠനം, അത്തരത്തിലുള്ളൊരു സ്റ്റോറി അത് കിട്ടണമെങ്കിൽ മാത്രമേ ആ ഒരു കഥ, തിരക്കഥ പവറുള്ളൂ. പഴയ എഴുതിയവർക്കും വലിയൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ ഈ സിനിമ കണ്ട ആ ഒരു ഫീൽ നമുക്കറിയാൻ സാധിച്ചു. വെരി വെരി ഗുഡ്.